ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. ചേലക്കരയിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടന്ന ക്വാറി വിരുദ്ധ സമരം ഭാഗിക മാറ്റങ്ങൾക്ക് വഴിവെച്ചു. അമിതഭാരം കുറച്ചും റീപ്പറുകൾ നീക്കം ചെയ്തും വാഹനങ്ങൾ ഓടിത്തുടങ്ങിയെങ്കിലും റോഡ് നവീകരണം വൈകുന്നതിൽ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം തുടരുകയാണ്. ചേലക്കര പഞ്ചായത്തിൽ കോറി വാഹനങ്ങൾക്കെതിരെ കഴിഞ്ഞ 17-ാം തീയതി നടന്ന ജനകീയ സമരം പൂർണ്ണ വിജയമോ പരാജയമോ അല്ലെന്ന വിലയിരുത്തലുമായി ജനപക്ഷം രംഗത്ത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ചേലക്കര പരക്കാട് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും അമിത ഭാരം കയറ്റിയുള്ള ടിപ്പറുകളുടെ പാച്ചിൽ നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. ഇതിന്റെ തുടർച്ചയായി പഞ്ചായത്ത് അധികൃതരും കോറി ഉടമകളും നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങൾ ഇന്നു മുതൽ കർശനമായി നടപ്പിലാക്കി തുടങ്ങി. കോടികൾ മുതൽ മുടക്കുള്ള കോറികൾ അടച്ചുപൂട്ടണമെന്ന നിലപാടിൽ നിന്ന് വ്യക്തമാക്കുന്ന നാട്ടുകാർ തങ്ങളുടെ സ്വൈരജീവിതം ഉറപ്പാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ കൊല്ലം പാസ്സായതാണ് ഈ റോഡ്. ഇതേവരെ ഈ റോഡ് നേരാക്കാൻ വേണ്ടില്ല. എന്തുകൊണ്ട് റോഡ് നേരാക്കാത്ത അതാണ് നമുക്കറിയേണ്ട ആവശ്യം. ഞങ്ങൾ ഈ റോഡ് സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരാണല്ലോ. ഞങ്ങൾക്കാണ് ഈ പൊടിപടലങ്ങളുടെ അധികം പ്രശ്നം. ഗോരി ഒരു കാരണവശാലും നിർത്താൻ പറ്റില്ല. അത് ഓടിക്കൊണ്ടേയിരിക്കും. ഗോരി അവർ മുതൽ മുടക്കിയവരാണ്, കോടികൾ മുടക്കിയതാണ്. പിന്നെ ഇപ്പോൾ ഈ നിസ്സാര കൺതുടപ്പിന് ഈ വെള്ളം തടച്ചു ഇതുകൊണ്ടൊന്നും കാര്യമില്ല. റോഡ് സൈഡിലിരിക്കുന്ന ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രക്ഷോഭം കൂടും. റോഡ് നന്നാക്കി കഴിഞ്ഞാൽ പ്രക്ഷോഭം കുറയും. എൻ്റെ വാക്ക് അത്രേ ഉള്ളൂ. റോഡാണ് നമുക്ക് മുഖ്യം, ഗോരിയല്ല. ഇനി നമ്മൾ ഗോരിയുടെ പരിസരത്തിരുന്ന് ഗോരി പൂട്ടണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം റീപ്പറുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് ലോഡ് നൽകുന്നത് നിർത്തിവെച്ചു. ഇതോടെ ഭൂരിഭാഗം വാഹനങ്ങളും റീപ്പറുകൾ നീക്കം ചെയ്താണ് ഇന്ന് നിരത്തിലിറങ്ങിയത്. അമിതഭാരം ഒഴിവാക്കി ബോഡി ലെവലിൽ മാത്രം ലോഡ് കയറ്റണമെന്നും നിർബന്ധമായും ടാർപ്പായ ഉപയോഗിച്ച് ലോഡ് മൂടണമെന്നും നിർദ്ദേശമുണ്ട്. റോഡിലെ പൊടിശല്യം പരിഹരിക്കാൻ റോഡിൽ വെള്ളമൊഴിക്കുന്നത് റോഡിന്റെ കൂടുതൽ തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. വിജയിച്ചിട്ടൊന്നുമില്ല. അഭിപ്രായം എന്താ വിജയിക്കാനുള്ള കാരണം? ഈ മണ്ണും പൊടി റോഡ് എന്ന് നേരാക്കണോ അന്ന് വണ്ടി ഓടിയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ വേറൊരു അഭിപ്രായ വ്യത്യാസമില്ല. നനച്ചിട്ടുണ്ടെങ്കിൽ റോഡ് കേടുവരും. അത് ഉണങ്ങി കഴിഞ്ഞാൽ ആ പൊടി വീണ്ടും തിരിച്ചും കിടന്നെ വരികയാണ്. നനവൊരു കൺതുടപ്പാണ്. ഇത് നേരെ മറിച്ച് ഗോറിയുടെ മുകളിലാണ് ഈ മണ്ണിട്ടുണ്ടെങ്കിൽ അല്ല വെള്ളം അടിക്കണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം മുതൽ ഇത് പടപടപടാന്ന് വരുമ്പോൾ അതിലത്തെ ഡസ്റ്റാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ റോഡിലുള്ള മണ്ണ് ഇത് വെള്ളം അടിക്കുമ്പോൾ ഒരു ഇതുണ്ട്. വെള്ളം അടിക്കൽ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് ഉണങ്ങി ഇങ്ങോട്ട് തന്നെ വരുന്നു. സ്കൂൾ സമയങ്ങളായ രാവിലെ 8:30 മുതൽ 10 വരെയും വൈകുന്നേരം 3:30 മുതൽ 5 വരെയും കോറി വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ റോഡ് പണി പൂർത്തിയാകുന്നതുവരെ ഉച്ചയ്ക്ക് 2 മണിയോടെ ലോഡിംഗ് അവസാനിപ്പിക്കാനും തീരുമാനമായി. 12 ചക്ര വാഹനങ്ങൾക്കുൾപ്പെടെ കടന്നുപോകാവുന്ന തരത്തിൽ കഴിഞ്ഞ വർഷം ഭരണാനുമതി ലഭിച്ച റോഡ് നവീകരണ ജോലികൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ മുതലെല്ലാം വണ്ടികളെല്ലാം ഓടി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ OICകാരുടെ ഒരു ന്യൂസ് മറ്റേ TV-യിലൊക്കെ കണ്ടിരുന്നു. അവരെന്തോ മറ്റേ പാസ് നിശ്ചയിച്ചിട്ടുണ്ട്, അതനുസരിച്ച് ഇന്ന് മുതൽ ഞങ്ങൾ ലോഡ് കൊടുക്കുന്നതാണ് എന്നെല്ലാം പറഞ്ഞിട്ടൊരു പരസ്യം കണ്ടിരുന്നു. TV-യിൽ കണ്ടതാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും നമുക്കറിയുന്നില്ല. ഇന്ന് രാവിലെ കണ്ടമാനം വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു. റോഡുകൾ എങ്ങനെയാണ് കുണ്ടും കുഴികളുമാണ്. നമുക്ക് നടക്കാനും പറ്റുന്നില്ല, മറ്റൊരു വണ്ടിയിൽ പോകാനും പറ്റുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര വിഷമമാണ്. അപ്പോൾ അത് വിജയിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് CCV.